ഐഡിയാസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൂവപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് ഇട്ടത്. അപ്പോൾ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു ബൗളിലോട്ട് ഞാൻ ഒരു 10 കാഷ്നട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 7 ഈത്തപ്പഴം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കുതിർത്തെടുക്കാനും വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കൊണ്ട് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇന്നൊരു ബൗളിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുള്ള കൂവപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ കൂവപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിന് പകരമായിട്ട് നമുക്ക് റാഗിപ്പൊടി വെച്ചിട്ടും ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഒരു പാത്രത്തിൽ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം 1 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ള കൂവപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് കുറുക്കിയെടുക്കുക. കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കും. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. അതിപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിക്കായിട്ട് വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലോണം തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കൂവപ്പൊടിയൊക്കെ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നിങ്ങൾ ഇതിന് പകരമായിട്ട് റാഗിപ്പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കുറുക്കിയിട്ട് ഒന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ. ഇനി ഞാനിവിടെ 2 റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ 2 റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരെണ്ണമൊക്കെ മതിയാകും. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എനിക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ്സും അതുപോലെ തന്നെ കാഷ്നട്ട് ഉണ്ടല്ലോ, അത് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂവപ്പൊടിയുടെ മിക്സ് കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം പോയതിന് ശേഷം വേണം കേട്ടോ കൂവപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിയാ സീഡ് കുതിർത്തതോ അതല്ലെങ്കിൽ സബ്ജ സീഡ് കുതിർത്തതോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിയാ സീഡ് കുതിർത്തതാണ് ചേർക്കുന്നത്. നല്ലോണം കുതിർത്തെടുത്തതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചിയാ സീഡ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിയാ സീഡ് ആണെങ്കിലും കുതിർത്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പാലിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇത് എത്രത്തോളം തിക്കിലാണ് വേണ്ടത് ആ ഒരു രീതിയിൽ വേണം കേട്ടോ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൽ നല്ലോണം തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറിയിട്ടുള്ളതാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പച്ചയായിട്ടുള്ള പാലൊന്നും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലോണം തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തണുപ്പിക്കാണ്ട് കുടിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. തണുപ്പിക്കാണ്ട് നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സോ അതല്ലെങ്കിൽ പഴം കട്ട് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു റോബസ്റ്റ പഴം കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നട്ട്സ് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ പഴം ചേർക്കുമ്പോൾ നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം പഴം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നേരത്തെ നമ്മൾ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊക്കെ എടുക്കുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ അങ്ങനെ പോയിട്ട് പിന്നെ കറുപ്പ് കളറായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ കൂവപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു ചൂട് സമയത്തും പിന്നെ നോമ്പ് തുറയുടെ സമയത്തൊക്കെ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.